ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസാണ്. ഞാനും കുഞ്ഞുങ്ങളും കൂടാണ് രാവിലെ ജോലിക്ക് പോകാനെ കൊണ്ട് പോയത്. ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. മഴയ്ക്ക് മുന്നേ ഞാൻ എന്തായാലും ഓടി വീട്ടിൽ വന്നു. അപ്പോൾ നമുക്ക് 2 ദിവസം ഒന്നും വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇട്ടില്ല കൂട്ടുകാരെ. ചില സമയത്തൊക്കെ അങ്ങ് മടി തോന്നും വീഡിയോസ് എടുക്കാനും ഒക്കെ. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഒന്നും കൂടെ അങ്ങ് മടിച്ചു. മുറ്റത്തൊക്കെ ഒരുവിധം വെള്ളമായി തുടങ്ങി. നല്ലപോലെ അടുപ്പിച്ച് 2 മഴ പെയ്താൽ നമുക്ക് മുറ്റത്തൊക്കെ വെള്ളമാകും. പിന്നെ അതുപോലെ തന്നെ എളുപ്പമെന്ന് വെള്ളം മാറുകയും ചെയ്യും. പക്ഷെ നമുക്കിപ്പോൾ ഇന്ന് വെള്ളം കയറി തുടങ്ങി. ഇതേ വെള്ളം കയറി നമ്മുടെ തോട്ടിൽ നിന്ന് നമ്മുടെ മുറ്റത്തോട്ട് വെള്ളം കയറിയിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ തോട്ടിൽ നിന്ന് വെള്ളം നിറഞ്ഞ് നമ്മുടെ മുറ്റത്തോട്ട് വെള്ളം കയറിയേക്കുവാണ്. കണ്ടോ, ഇനി ഇത് മേളി പാത്തിയിൽ നിന്നും വെള്ളം കയറി വരും. നമുക്ക് നോക്കാം, അങ്ങോട്ട് ചെന്ന് നോക്കാം വെള്ളമായിട്ടുണ്ടോന്നേ, വെള്ളം കയറി വരുന്നുണ്ടോയെന്ന് നോക്കാം. വെള്ളം കയറിയിട്ടില്ല. ഇവിടുന്ന് വെള്ളം നേരെ തോട്ടിലോട്ട് തന്നെ ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ ഇച്ചിരിയുടെ വെള്ളം പൊന്തുവാണെങ്കിൽ ഈ വെള്ളം നേരെ നമ്മുടെ ഇതിലേക്കോട്ട് കയറിയിട്ട് ഇവിടെ ഈ തെങ്ങും തടിയൊക്കെ ഇട്ടേക്കുന്നുണ്ടോ, ഇതിൽ ഈ ഏട്ടൻ ഇന്നാളി അത് മണ്ണൊക്കെ വാരി വെച്ച് ഇങ്ങനെ കളത്തിയേക്കുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇവിടുന്ന് വെള്ളം തിരിച്ചിങ്ങോട്ട് കയറുന്നത്. ഇപ്പോൾ ഊറ്റിൽ പോലെ വെള്ളം ചെറുതായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇച്ചിരിയുടെ വെള്ളം തോട്ടിൽ നിന്ന് കയറുവാണെങ്കിൽ, ആ സൈഡ് കയറി വരുവാണെങ്കിൽ വെള്ളം നേരെ അവിടുന്ന് നമ്മുടെ അയ്യത്തോട്ട് ഇറങ്ങും. കണ്ടോ, ഈ പാത്തി നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങും. ഞാൻ കാണിക്കാം. കണ്ടോ, ഇവിടുന്ന് വെള്ളം കയറി തുടങ്ങി. കണ്ടോ, ആ പാത്തിയിൽ നിന്ന് നമ്മുടെ മുറ്റത്തോട്ട് വെള്ളം ഇറങ്ങി തുടങ്ങി. അന്നേരം മേളിൽ നിന്നുള്ള പെയ്ത്ത് വെള്ളം എല്ലാം നേരെ നമ്മുടെ മുറ്റത്തോട്ട് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മുടെ മുറ്റത്തെല്ലാം നല്ല വെള്ളമായി. കണ്ടോ, നമ്മുടെ മുറ്റത്തൂടെ വെള്ളം ഒഴുകുന്നു. കണ്ടോ, ഒഴുക്ക് കണ്ടോ. കണ്ടോ, ചെരുപ്പെടുത്തങ്ങ് മേളി വയ്യക്കളെ, അല്ല ചെരുപ്പെല്ലാം അങ്ങ് താഴെ പോവും. പെയ്താൽ നല്ല പോലെ ഒഴുക്ക് തോട് നേരെ കയറി നമ്മുടെ ഇവിടോട്ട് പോരും. ഈ ഭാഗത്തൂടാണ് വെള്ളമെല്ലാം താപ്പോട്ട് ഒഴുകി പോകുന്നത്, നമ്മുടെ മുറ്റത്ത് വരുന്ന വെള്ളം. കണ്ടോ, നമ്മുടെ ചെരുപ്പൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ, ഒഴുകി വന്നത് മഴ സമയത്ത്. ഇത് നമുക്ക് ബുധനാഴ്ച കിട്ടിയ വീഡിയോ ആണ്. ചൊവ്വാഴ്ചയായിരുന്നു നമ്മുടെ മുറ്റത്തെല്ലാം വെള്ളം കയറിയത്. ബുധനാഴ്ച നല്ലപോലെ വെള്ളമൊക്കെ മാറി നമ്മൾ മുറ്റത്ത് കഞ്ഞിക്ക് അരിയൊക്കെ അടുപ്പത്തിട്ടു. ഇവിടെ നമ്മൾ റേഷനരി അടുപ്പിടാനായിട്ട് ഇവിടെ അടുപ്പിട്ട് കത്തിച്ചു. അവിടെ നമ്മൾ വെള്ളേരിയാണ്. നാളെ ഏട്ടനൊക്കെ ചോറ് കൊണ്ടുപോകണം. പിന്നെ ഏട്ടനൊക്കെ വൈകിട്ട് കഴിക്കാൻ വേണം. ഞങ്ങൾക്ക് കഴിക്കാൻ റേഷനരി ചോറും വെക്കുകയാണ് കൂട്ടുകാരി. അതാണ് ഞങ്ങൾക്കിഷ്ടം. ചക്കിപ്പെണ്ണിനെ ഇന്നലെ അവരെ അമ്മയും മോളെയും കൂടെ അവർ അച്ഛന്, അതായത് ചക്കിയുടെ അപ്പൂപ്പന് ഇന്നലെ ഇവിടെ കൊണ്ടുവിട്ടു. അമ്മയുടെ അച്ഛന് കൊണ്ടുവിട്ടു. കുഞ്ഞിന് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട്, ചെറിയ തുമ്മലൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അടുക്കള ജോലിയൊക്കെ ചെയ്തപ്പോൾ അവളെ കൊണ്ടുവന്ന് അടുക്കളയൊക്കെ അടുത്തേക്കുമായിരുന്നു. ഭയങ്കര കളിയാണ് തൻ്റെ ഇതുങ്ങ്. അപ്പച്ചിയും മോളും കൂടെ ആ വഴക്ക് മൊത്തം. നമ്മുടെ അടുത്ത് അങ്ങനെ വലിയതായിട്ടൊന്നും അങ്ങനെ ഒത്തിരി നേരം ഇരിക്കത്തൊന്നുമില്ല. പക്ഷെ അപ്പച്ചിയുടെ അടുത്ത് അങ്ങനെ ഇരുന്നോളും കേട്ടോ. എപ്പോഴും അവിടെ അമ്മയുടെ കയ്യിൽ ഇരിക്കണമെന്ന് വെച്ചോണ്ടിരിക്കും അവള്. വേറെ ആരുടെയും കൈ പോകത്തില്ല. ഇവിടെയും പോകത്തില്ല, അവിടെയും പോകത്തില്ല. കള്ളിപ്പെണ്ണ ഇങ്ങോട്ട് നോക്ക്. കള്ളിപ്പെണ്ണെ കളിപ്പാട്ടല്ല അവർ അമ്മ അവിടെ അങ്ങോട്ട് പറക്കി വെച്ചിട്ടുണ്ട്. അപ്പം കളിപ്പാട്ടം തപ്പി അവർ അപ്പച്ചി ഇറങ്ങിപ്പോയപ്പം അവളവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കി. ഇങ്ങനെ പായി കിടന്ന് ഇങ്ങനെ കറങ്ങും, അതേ ഉള്ളൂ. കുഞ്ഞ് മുന്നോട്ട് നീന്തി തുടങ്ങിയൊന്നുമില്ല. ഇങ്ങനെ നോക്കുക. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ എന്നെ നോക്കുക. അപ്പം കിച്ചുമോനെ ശനിയാഴ്ച കൊണ്ടുവരണം. അപ്പം ഇവളിങ്ങനെ ഓരോരോ സൗണ്ടുകൾ അപ്പച്ചി ഓരോന്ന് പറയുമ്പോൾ അതനുസരിച്ച് നോക്കുകയും മൂളുകയും ഒക്കെ ചെയ്യും. പക്ഷെ ആ സൗണ്ടുകളൊന്നും നമുക്ക് പറ്റുന്നില്ല. അവർ അച്ഛൻ ഇവിടെ അടുത്തിരുന്ന് സിനിമ കാണുന്നുണ്ട്. അപ്പം നമുക്കിന്ന് വൈകിട്ട് അത്താഴത്തിന് ചോറും പിന്നെ മോരുകറി, സാമ്പാർ, പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ചത്, ഇത്രയായിരുന്നു. പിന്നെ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് വറുത്തു. അപ്പം അത്രയാണ് നമ്മുടെ ഇന്നത്തെ അത്താഴത്തിനുള്ളത്. അപ്പോൾ കുഞ്ഞാവയുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടാവോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. അറിയാവുന്ന കൂട്ടുകാർ ഒന്ന് കമൻറ്റ് ഇടണം, ഇടാൻ പറ്റുമോ ഇല്ലയെന്നുള്ളത്. നമ്മളോടുള്ള കൂട്ടുകാർ തിരക്കുന്ന സന്തോഷത്തിലാണ് കുഞ്ഞിനെ നമ്മൾ കാണിക്കുന്നത്.
അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ കൂട്ടുകാരെ.